നമസ്കാരം. 2025 മാർച്ച് 29 ശനിയുടെ മഹാരാശിമാറ്റത്തെ തുടർന്നുള്ള മേടം രാശി മുതൽ മീനം രാശി വരെയുള്ള 12 രാശികളിൽ അടങ്ങിയ 27 നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2 ഭാഗങ്ങളിലായി മേടം രാശി മുതൽ വൃശ്ചികം രാശി വരെയുള്ള നക്ഷത്രങ്ങൾ 2 ഭാഗങ്ങളിലായി അവരുടെ ഗുണദോഷ ഫലങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇനിയുള്ളത് ധനു രാശി മുതൽ മീനം രാശി വരെയുള്ള ഈ രാശികളിലടങ്ങിയ നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ്. ഈ ഫലങ്ങൾ അറിയുന്നതിന് മുമ്പായി നമ്മുടെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അറിവിലേക്കുള്ള എല്ലാ വീഡിയോകളും നോട്ടിഫിക്കേഷനിൽ ലഭിക്കുവാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അടുത്തതായി ധനുരാശിയിലെ നക്ഷത്രക്കാരായ മൂലം, പൂരാടം, ഉത്രാടം 1-ാം പാദത്തിൽ ജനിച്ചവരുടെ ഫലങ്ങളാണ് പറയുന്നത്. ശനിയുടെ രാശിമാറ്റത്തോടെ ഈ നക്ഷത്രക്കാർക്ക് കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് ശനി രാശി മാറുമ്പോൾ 4-ാം ഭാവത്തിലേക്ക് ശനി വരുന്നു. ഒപ്പം ഇവർക്ക് കണ്ടകശനി ദോഷമാണ് വന്നു ചേരുന്നത്. ഈ സമയം നേട്ടങ്ങളും ഒപ്പം ദോഷങ്ങളുമുള്ള ഒരു സമയമാണ് ഇവർക്ക് വരാൻ പോകുന്നത്. ഇതുമൂലം മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാർക്ക് വസ്തു സംബന്ധമായും വീട് വയ്ക്കുന്നതായും ഒരുപാട് തടസ്സങ്ങളാണ് ഉണ്ടാകുന്നത്. കൂട്ടുകുടുംബത്തോടെ താമസിക്കുന്നവർക്ക് തമ്മിൽ ശത്രുത ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കൂട്ടുകുടുംബത്തിൽ നിന്നും മാറി താമസിക്കുവാനുള്ള യോഗങ്ങളൊക്കെ കാണുന്നു. അനാവശ്യമായ ചിലവുകളൊക്കെ വർദ്ധിക്കും. എന്തും വാങ്ങുന്നതും വിൽക്കുന്നതും വളരെ ശ്രദ്ധയോടെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ദോഷങ്ങളാണ് ഇവർക്ക് വന്ന് ഭവിക്കുന്നത്. ഈ സമയത്ത് അയ്യപ്പ ക്ഷേത്രങ്ങളിൽ പൂജയും മറ്റ് വഴിപാടുകളും ഒക്കെയായി നിങ്ങൾ മുന്നോട്ട് പോവുക. അങ്ങനെ വരുമ്പോൾ തീർച്ചയായും നിങ്ങളുടെ ഈ ഒരു ദോഷഫലങ്ങൾ വളരെ വലിയ രീതിയിൽ നിങ്ങൾക്ക് ഉണ്ടാകാതെ മുന്നോട്ട് പോകുവാൻ സാധിക്കും. അടുത്തതായി ശനിയുടെ മഹാരാശി മാറ്റത്തോടെ ഗുണദോഷ ഫലങ്ങൾ അനുഭവിക്കുന്ന രാശിയാണ് മകരം രാശി. മകരം രാശിയിലെ നക്ഷത്രക്കാരായ ഉത്രാടം 2, 3, 4 പാദത്തിൽ ജനിച്ചവർ, തിരുവോണം, അവിട്ടം 1, 2 പാദത്തിൽ ജനിച്ചവരുമാണ്. ശനിയുടെ ഈ ഒരു രാശിമാറ്റ കാലത്ത് 2-ാം ഭാവത്തിൽ നിന്നും 3-ാം ഭാവത്തിലേക്കാണ് ഈ നക്ഷത്രക്കാർക്ക് ശനി മാറുന്നത്. ഈ സമയം 7.5 വർഷം കൊണ്ട് അനുഭവിച്ചു കൊണ്ടിരുന്ന 7-ാം ശനി പൂർണ്ണമായും മാറുകയും ഒപ്പം നല്ല സമയം വന്നു ചേരുകയും ചെയ്യുന്നു. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടുന്നു. ധനപരമായ നേട്ടങ്ങൾക്ക് വഴി തുറക്കുന്നു. വിവാഹത്തിന് കാലതാമസം നേരിട്ടവർക്ക് വിവാഹം നടക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നു. ബിസിനസ്സുകാർക്കൊക്കെ നല്ല നേട്ടമുള്ള സമയമാണ് വന്നു ചേരുന്നത്. എന്തുകൊണ്ടും മകരം രാശിക്കാർക്ക് വളരെ നല്ല സമയമാണ് ഈ ഒരു രാശിമാറ്റത്തോടെ വന്നു ചേരുന്നത്. ശനിയുടെ മഹാരാശിമാറ്റത്തെ തുടർന്ന് അടുത്തതായി ഗുണദോഷ ഫലങ്ങൾ അനുഭവിക്കുന്ന രാശിയാണ് കുംഭം രാശി. കുംഭം രാശിയിലെ നക്ഷത്രക്കാരായ അവിട്ടം 3, 4 പാദത്തിൽ ജനിച്ചവരും, ചതയം
പോരുരുട്ടാതി 1, 2, 3 പാദത്തിൽ ജനിച്ചവരുമാണ്. കുംഭം രാശിക്കാർക്ക് ശനി 1-ാം ഭാവത്തിൽ നിന്നും 2-ാം ഭാവത്തിലേക്ക് മാറുമ്പോഴും നിങ്ങൾക്ക് ഏഴാണ്ടം ശനി തന്നെ വീണ്ടും 2.5 വർഷം കാലത്തേക്ക് നിലനിൽക്കുന്നു. ഈ സമയം കുംഭം രാശിക്കാർക്ക് ഒരുപാട് ശ്രദ്ധിക്കേണ്ട സമയമാണ്. പല വിധത്തിലുള്ള ദോഷങ്ങളും അപമാനങ്ങളും നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ തേടി വരുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ സംസാരം മൂലം മറ്റുള്ളവർ നിങ്ങളെ വെറുക്കുവാനും അപമാനിക്കുവാനും സാധ്യത വളരെ കൂടുതലാണ്. ആരോട് സംസാരിക്കുമ്പോഴും വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് വാക്കുകൾ ഉപയോഗിക്കുക. കടങ്ങളും ബാധ്യതകളും മൂലം പ്രശ്നങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അലസത, മടി, ഉന്മേഷക്കുറവ്, സഹപാഠികളിൽ നിന്നും അകൽച്ച എന്നിവ ഒക്കെ ഉണ്ടാകുവാൻ സാധ്യത വളരെ കൂടുതലാണ്. ഈ ദോഷങ്ങളൊക്കെ മാറുവാൻ പ്രതിവിധിയായി ധർമ്മശാസ്താവിൻ്റെ ക്ഷേത്രത്തിൽ ക്ഷേത്ര ദർശനം നടത്തുകയും നീരാഞ്ജന വിളക്ക്, നെയ്വിളക്ക്, എള്ള് പായസം എന്നീ വഴിപാടുകൾ നടത്തി ഈ ദോഷത്തിൻ്റെ കാഠിന്യം കുറയ്ക്കുവാൻ സാധിക്കും. തീർച്ചയായും നിങ്ങൾ ഈ പറയുന്ന പ്രതിവിധികളൊക്കെ ചെയ്ത് നിങ്ങളുടെ ദോഷങ്ങളുടെ കാഠിന്യം കുറയ്ക്കുക. ഭഗവാൻ ധർമ്മശാസ്താവിൻ്റെ മന്ത്രങ്ങൾ ക്ഷേത്ര ദർശനവേളയിൽ ഉരുവിടുക. അടുത്തതായി ശനിയുടെ മഹാരാശി മാറ്റത്തോടെ ഗുണദോഷ ഫലങ്ങൾ അനുഭവിക്കുന്ന മറ്റൊരു രാശിയാണ് മീനൻ രാശി. മീനം രാശിയിലെ നക്ഷത്രക്കാരായ പോരുരുട്ടാതി 4-ാം പാദത്തിൽ ജനിച്ചവരും ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാരുമാണ്. ഇവർക്ക് ശനി 1-ാം ഭാവത്തിലാണ് വരുന്നത്. ഈ സമയം ഏഴരാണ്ടം ശനിയുടെ പൂർണ്ണ ശക്തി ഇവർ അനുഭവിക്കേണ്ടി വരുന്ന ഒരു സമയമാണ്. ഈ നക്ഷത്രക്കാർക്ക് ഏതൊരു കാര്യത്തിന് മടിയും അലസതയുമാണ് ഫലം. ഏതൊരു കാര്യത്തിനും തടസ്സങ്ങൾ നേരിടുന്നു. വിവാഹം ഉറപ്പിച്ചു വെച്ചവരാണെങ്കിൽ കാലതാമസം നേരിടേണ്ടി വരുന്നു. അതുപോലെ തന്നെ വിവാഹം മുടങ്ങിപ്പോകാനുമുള്ള സാധ്യത കാണുന്നു. നല്ല രീതിയിൽ പഠിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥികൾ പഠിത്തത്തിൽ പിറകോട്ട് പോകുന്നു. ബിസിനസ്സിൽ തകർച്ചകൾ നേരിടുന്നു. ബന്ധുക്കളും സുഹൃത്തുക്കളുമായി സഹകരണം ഇല്ലാതാകുന്നു. എല്ലാത്തിൽ നിന്നും പിറകോട്ട് പോകുന്ന, കാലതാമസം നേരിടുന്ന ഒരു സമയമാണ് വന്നു ചേരുന്നത്. ഈ ദോഷഫലങ്ങൾ അനുഭവിക്കുന്ന നക്ഷത്രക്കാർ ഏറ്റവും അടുത്തുള്ള അയ്യപ്പ ക്ഷേത്രങ്ങളിൽ പോയി ക്ഷേത്ര ദർശനം നടത്തുകയും നീരാഞ്ജന വിളക്ക്, നെയ്വിളക്ക്, എള്ള് പായസം എന്നീ നേർച്ചകളും വഴിപാടുകളുമൊക്കെ ചെയ്ത് നിങ്ങളുടെ ദോഷഫലങ്ങളുടെ കാഠിന്യം കുറയ്ക്കുക. ഏത് സമയത്തും ധർമ്മശാസ്താവിൻ്റെ മന്ത്രങ്ങളും മറ്റും ഉരുവിടുവാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് നല്ലത് മാത്രം വരട്ടെ.